ഹായ് ഓൾ വെൽക്കം ടു ഷാസോൾ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള രാഗി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാന് ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളടുത്തുള്ളത് ശർക്കര അച്ചായിട്ടുള്ള ശർക്കര ആണെങ്കിൽ 2-3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പൗഡർ ആയിട്ടുള്ളത് കൊണ്ട് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നല്ലപോലെ ഒന്ന് ഉരുകി നല്ല പാകമായിട്ട് വരും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കാനായിട്ട് സമയമെടുക്കും. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു സമയത്തിന് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇതിൽ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി അതുപോലെ തന്നെ ശർക്കരയും തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് തിക്കായിട്ട് വരണം. 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ ശർക്കരയും അതുപോലെ ആ ഒരു തേങ്ങ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു മണം കിട്ടും ഈ ഒരു ഫില്ലിങ്ങിന്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം നമുക്കിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് രാഗിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് 2 കപ്പ് പൊടിക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ചില പൊടിക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 2 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട ഉണ്ട്. എനിക്ക് അരിപ്പൊടിയായിട്ട് ഉണ്ടാക്കുന്ന അടനേക്കാളും ഇഷ്ടം ഇതുപോലെ രാഗി വെച്ച് ഉണ്ടാക്കുന്ന അട കഴിക്കാനായിട്ടാണ്. അട ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിക്ക് കുഴച്ചെടുക്കണ്ട. അപ്പോൾ നമുക്ക് പിന്നെ പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം നമുക്കിതിന്ന് ഒരു ചെറിയ പോർഷൻ മാവ് എടുത്തിട്ട് ഇതുപോലെ ഇലയിലൊന്ന് പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് വേണം നമുക്ക് പരത്തി കൊടുക്കാനായിട്ട്. കയ്യിലടക്കൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ഈസിയായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ കയ്യിൽ കുറച്ച് വെള്ളമാക്കി ഇതുപോലെ നമുക്ക് തിന്നായിട്ട് പറ്റുന്ന അത്ര തിന്നായിട്ട് നമുക്ക് പൊട്ടാതെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇലയുടെയിലൊക്കെ ഫില്ലിങ് വെക്കുന്ന പോലെ തന്നെ ഇനി ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഒന്നിങ്ങനെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിയിരിക്കാനായിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതുപോലെ വിരൽ വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവും ഇങ്ങനെ ഇലയിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് മൊത്തം ഇലയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സ്റ്റീമർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഇലയട നിരത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, അതിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിൽ ഇതുപോലെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടെ ഒരു ട്രിപ്പിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ട്രിപ്പിൽ ഞാനൊരു 6 വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ അടച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ കുക്കായിട്ട് വരും. ഇലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇലയുടെയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇലയുടെയൊക്കെ കളർ ചേഞ്ചായി, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത ഫില്ലിങ്ങിൻ്റെ കളറും നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതൊന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കിത് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ കുക്കായി ഇലന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാനായിട്ട്. ഒന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അട റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.